ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ 8 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഈ ചോദ്യം വരാറുണ്ട്. ഒന്നെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ എന്താണെന്ന് എക്സാമിന് 8 മാർക്കിന് ചോദ്യം വരും. ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ പ്രധാനമായിട്ടും ദാരിദ്ര്യം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വിട്ടുപോയതിന് ശേഷം നമ്മൾ വളരെ കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ദാരിദ്ര്യം എന്താണെന്നും ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്നും നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയാം, ദാരിദ്ര്യം എന്ന് പറയാം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ദരിദ്രരായിട്ടുള്ള ജനങ്ങളുടെ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ടും ഒന്നാമത് പറയുന്നത് കുറഞ്ഞ വരുമാനം. ജനങ്ങളുടെ വരുമാന കുറവും അവർക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ. നല്ല രീതിയിൽ തൊഴിലില്ലെങ്കിൽ എന്താണ്, വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ വരുമാനം ഇല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നിറവേറ്റാൻ വേണ്ടി സാധിക്കില്ല. അതിനാണ് നമ്മൾ എന്ത് പറയാം, ഒന്നാമത്തെ കാരണം കുറഞ്ഞ വരുമാനം, ഇല്ലെന്നാണ് ജനങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടാത്തത്. 2, ആസ്തി ഇല്ലായ്മ എന്ന് പറഞ്ഞ സ്വത്ത്, അതായത് വീടില്ലാത്തത്, സ്ഥലമില്ലാത്തതൊക്കെ എന്താണ് ആസ്തി ഇല്ലായ്മയ്ക്കൊരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ സമ്പത്തില്ലാത്തതൊക്കെ ആസ്തി ഇല്ലായ്മയ്ക്കൊരു ഉദാഹരണമാണ്. 3, തൊഴിലില്ലായ്മ. ജനങ്ങൾക്ക് തൊഴിലില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ തൊഴിലില്ലായ്മ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അൺഎംപ്ലോയ്മെൻറ്റ് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. വിവിധ തരത്തിലുള്ള തൊഴിലില്ലായ്മകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ തൊഴിലില്ലായ്മ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നമാണ്. ജനങ്ങൾക്ക് തൊഴിലില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല. വരുമാനം ഇല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സാധിക്കില്ല. 4, അസമത്വം അഥവാ ഇൻഇക്വാളിറ്റി. അസമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നുള്ളൊരു വിവേചനം ഉണ്ടാവുക. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോക്കമുള്ളവനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ളവനായിട്ടാണ് എന്താണ് അസമത്വത്തിൽ പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ ഉയർന്ന ജാതി താഴ്ന്ന ജാതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സാമ്പത്തികമായിട്ട് ഉള്ളവനോ അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരോ എന്താണ് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാനും അവർക്ക് നല്ല വരുമാനം ഉണ്ടാവും, അവർക്ക് നല്ല തൊഴിലൊക്കെ ഉണ്ടാവും. എന്നാൽ എന്താണ് പാവപ്പെട്ടവനോ നല്ല രീതിയിൽ തൊഴിലും കിട്ടില്ല, അവർ സാമ്പത്തികപരമായിട്ട് ഇന്നും പിന്നോക്കാവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് ദാരിദ്ര്യം പ്രധാനമായിട്ട് നേരിടുന്നത് താഴ്ന്ന വിഭാഗക്കാരായിട്ടുള്ള ജനങ്ങളിലാണ്. അടുത്തത് ഒറ്റപ്പെടൽ അല്ലെങ്കിൽ എന്താണ് ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് പിന്നോക്കാവസ്ഥയിൽ പോയി ജീവിക്കാം. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ട്രൈബ്സ്, ആദിവാസി വിഭാഗ ജനങ്ങൾ, അവരൊക്കെ കാട്ടിലും മറ്റും പോയിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ തൊഴിലുണ്ടാവില്ല, അതിന് വരുമാനം ഉണ്ടാവില്ല, എന്നാൽ അടിസ്ഥാന ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ പ്രധാനമായിട്ടും ആദിവാസി വിഭാഗങ്ങളെയാണ് ദാരിദ്ര്യ വിഭാഗത്തിലായിട്ട് പ്രധാനമായിട്ടും പെടുത്തുന്നത്. നിങ്ങൾ BPL APL കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ BPL പറ്റ താഴ്ന്ന വിഭാഗത്തിലാണ് നമ്മൾ ആദിവാസികളൊക്കെ ഉൾക്കൊള്ളിക്കുന്നത്. അടുത്ത ചൂഷിതര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാവുന്നതാണ് സംഘടിത മേഖലയും അസംഘടിത മേഖലയും ഉണ്ട്. അത് സംഘടിത മേഖല പറഞ്ഞാൽ ഒന്നിച്ച് ഒരാവശ്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കും. എന്നാൽ എന്താണ് അസംഘടിത മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കൊരിക്കലും സംഘടിക്കാൻ കഴിയില്ല. അവരൊന്നും ഇത് മുതലാളിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നോ എന്നൊരു ചൂഷണം ചെയ്യപ്പെട്ട വിഭാഗമായിട്ട് നിൽക്കാറാണ് പതിവ്. കുറഞ്ഞ സാമ്പത്തിക വളർച്ച. നമ്മുടെ രാജ്യത്ത് നല്ല സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിച്ചേരും. എന്നാൽ രാജ്യം സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലാണെങ്കിലോ ഒരിക്കലും ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ജനങ്ങളൊന്നും പിന്നോക്കാവസ്ഥയിലായിരിക്കും ജീവിക്കുക. സാമ്പത്തിക വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും പാവപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് വളരെ പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ വരെ എത്താൻ സാധ്യതയുണ്ട്. ജനസംഖ്യ സ്ഫോടനം, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. നമ്മുടെ രാജ്യത്ത് വരുന്ന അമിതമായിട്ടുള്ള ജനസംഖ്യ വർധനമാണ് പ്രധാനമായിട്ട് ദാരിദ്ര്യത്തിന് കാരണം. ഈ ജനസംഖ്യ കൂടുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ കിട്ടാത്തത്, എല്ലാവർക്കും ഭക്ഷണം കിട്ടാത്തത്. അപ്പോൾ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്തിന് അതിനനുസരിച്ച് സാമ്പത്തിക വളർച്ചയില്ല, ജനങ്ങളെന്നാണ് വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അപ്പോൾ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ഭക്ഷണവും കാര്യങ്ങളും ജനങ്ങളുടെ കയ്യിൽ കറക്റ്റായിട്ട് എത്തില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ജനസംഖ്യ അമിതമായിട്ട് വളരുന്നത് ദാരിദ്ര്യത്തിന് ഒരു പ്രധാന കാരണമായി മാറും. അത് നാണ്യപ്പെരുപ്പം, പണത്തിൻ്റെ മൂല്യം കുറയുക. ഇല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന് അളവ് കൂടിക്കഴിഞ്ഞാൽ ആ പണത്ത് കൊണ്ടൊരു ഭാരം ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ പണം കൊണ്ടൊരു ഭാരമില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു ദാരിദ്ര്യമായിട്ട് നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. കൃഷിയുടെയും വ്യവസായത്തിനും പിന്നോക്കാവസ്ഥ, അല്ലെങ്കിൽ വാണിജ്യവൽക്കരണം പോലെ സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാർഷിക മേഖല വളരെ പിന്നോക്കാവസ്ഥയ്ക്ക് പോയി, വ്യവസായ മേഖല പിന്നോക്കാവസ്ഥയ്ക്ക് പോയി. ഇതിലൊക്കെ നമ്മുടെ രാജ്യത്ത് നല്ലൊരു ശതമാനം ആൾക്കാരും കൃഷിയും മറ്റും അനുബന്ധ പ്രവർത്തനങ്ങളും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പം കാർഷിക മേഖലയുടെ പിന്നോക്കാവസ്ഥ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനും അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാനുള്ള കാരണമാകും. അതുപോലെ വ്യവസായ മേഖല, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഫാക്ടറികളും മറ്റൊക്കെ തൊഴിൽ ചെയ്യുന്നുണ്ട്.
ഫാക്ടറികൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അവർക്ക് എന്താണ്, അവർക്ക് തൊഴിൽ കിട്ടാത്തൊരവസ്ഥയും അതുകൊണ്ട് വരുമാനം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ വേണ്ടി സാധിക്കില്ല. സോ എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദാരിദ്ര്യത്തെക്കുറിച്ച്. എന്നാൽ ചിലപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ എക്സാമിന് പബ്ലിക് എക്സാമിനൊക്കെ കൂടുതൽ 8 മാർക്കിന് കണ്ടുവരാറുണ്ട്. എന്തായാലും ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ദാരിദ്ര്യം നീക്കാൻ വേണ്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പ്രധാനമായിട്ടുള്ള 3 പരിപാടികളാണ് സ്വയം തൊഴിൽ പദ്ധതികൾ അല്ലെങ്കിൽ തൊഴിൽദാന പദ്ധതികൾ, രണ്ടാമത്തെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ, 3 സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. എന്തായാലും എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ മുമ്പ് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇത് ചെയ്യുന്നതാണ് ബാക്കി. അപ്പോൾ നിങ്ങളൊന്ന് മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് കാർഷിക രംഗത്തെ സ്തംഭനാവസ്ഥകളുടെ കാരണങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖല തകരാനുണ്ടായ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. നമ്മുടെ കാർഷിക മേഖല വളരെ തകർന്ന അവസ്ഥയായിരുന്നു. നമ്മുടെ രാജ്യത്ത് 75-80% ആൾക്കാരും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖല തകർച്ച ജനങ്ങളുടെ തൊഴിലവസരം നഷ്ടപ്പെടുകയും അവർക്ക് അടിസ്ഥാന ആവശ്യം നിറവേറ്റാൻ കഴിയാത്തൊരവസ്ഥ വരികയൊക്കെ ചെയ്തു. അവർ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലേക്ക് പോവാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് വിവിധ തരത്തിലുള്ള ലാൻഡ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുകയും പാവപ്പെട്ടവരെ അല്ലെങ്കിൽ കർഷകരുടെ ഭൂമിയൊക്കെ ജന്മിമാരുടെ കയ്യിലേക്ക് എത്തുകയും അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണ് ഉണ്ടായത്. അപ്പം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രധാനമായിട്ടും നമ്മുടെ കാർഷിക മേഖല പിന്നോക്കാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കാർഷിക മേഖല സ്തംഭനാവസ്ഥയിലെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ, ഒന്ന് ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായം, സെമീന്ദാരി സമ്പ്രദായം, റായത്വാരി, മാൽവാരി സമ്പ്രദായങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അവിടെ ഗ്രാമമുഖ്യനെ ആ ഏരിയയിലുള്ള ഭൂമിയുടെയൊക്കെ നികുതി പിരിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും അവർ അമിതമായിട്ട് നികുതി ഈടാക്കുകയും നികുതി അടച്ചിട്ടില്ലെങ്കിൽ ആ ഭൂമി സ്വാഭാവികമായിട്ട് ആ ജന്മിയുടെ കീഴിലേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമിതമായിട്ട് നികുതി ഈടാക്കലും നികുതി കൊടുത്തിട്ടില്ലെങ്കിൽ കടം വാങ്ങിയിട്ട് വരെ നികുതി അടക്കേണ്ട അവസ്ഥയാണ്. ലാസ്റ്റവും മുഴുവനായിട്ട് ജന്മിമാരുടെ കയ്യിലേക്ക് എത്തുന്ന അവസ്ഥയായിരുന്നു ചൂഷണാത്മകമായ ലാൻഡ് സെറ്റിൽമെൻറ്റ് സമ്പ്രദായത്തോടു കൂടി നമ്മുടെ രാജ്യത്തുള്ള കർഷകരുടെ കൃഷിഭൂമിയൊക്കെ ജന്മിമാരുടെ കയ്യിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും കൂടുതൽ ഭൂമി ഉണ്ടാകുമ്പോൾ അവർക്കൊരിക്കലും കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാർഷിക മേഖല വളരെ പിന്നോക്ക അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായി. 2, മോശമായ സാങ്കേതിക വിദ്യ. അന്നത്തെ കാലത്ത് സാധാ രീതിയിലുള്ള കൃഷിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നാടവളങ്ങളും നാടൻ കൃഷി രീതികളൊക്കെ ആയിരുന്നു. പിന്നെ നാടൻ രീതിയിലുള്ള യന്ത്രങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ അന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും ജലസേചന സൗകര്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള ഒരു കൃഷിയായിരുന്നു അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും മോശമായിട്ടുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കാർഷിക മേഖലയെ പിന്നോക്കാവസ്ഥയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. കുറച്ച് മാത്രം വളം ചേർക്കൽ. അന്നത്തെ കാലത്ത് രാസവളങ്ങളും രാസകീടനാശികളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജൈവവളം ഉപയോഗിക്കുന്നതോടുകൂടി കീടങ്ങൾ വർദ്ധിക്കുകയും സ്വാഭാവികമായിട്ടും അതെന്താണ് നമ്മുടെ കാർഷിക മേഖലയെ അല്ലെങ്കിൽ കൃഷിയെ വളരെ ദോഷമായിട്ട് ബാധിക്കുകയും ചെയ്തു. ജലസേചന സൗകര്യത്തിൻ്റെ അഭാവം. അന്നത്തെ കാലത്ത് കൃഷി പ്രധാനമായിട്ടും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷിയായിരുന്നു. ഇന്നത്തെ അതിലുള്ള പമ്പ് സെറ്റോ അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്ത ഇടങ്ങളിലേക്ക് എത്തിച്ച് കൃഷി ചെയ്യാനുള്ള അവസ്ഥ ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. കൃഷിയുടെ വാണിജ്യവൽക്കരണം. അന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും കാർഷിക വിളകൾക്ക് പകരം നാണ്യവിളകൾ പ്രോത്സാഹിപ്പിക്കുകയും അത് കൂടുതലായിട്ട് അതിന് വരുമാനം കൊടുക്കുകയും ചെയ്തതോടുകൂടി ജനങ്ങളെല്ലാവരും കൃഷിയെ ഒഴിവാക്കിയിട്ട് നാണ്യവിള കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി അല്ലേ. അതായത് റബ്ബർ, നീലം അങ്ങനെയുള്ള ഒരുപാട് വിളകൾക്കായിരുന്നു അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അതിന് കൂടുതലായിട്ട് വരുമാനം ലഭിക്കുമ്പോൾ ജനങ്ങളെല്ലാവരും കൃഷിയൊക്കെ ഒഴിവാക്കിയിട്ട് പച്ചക്കറി മറ്റും കൃഷി ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് കൂടുതലായിട്ട് നാണ്യവിളകളിലേക്കുള്ള മാറ്റം. 1940 ഇന്ത്യ വിഭജനം. ഇന്ത്യ പാകിസ്ഥാൻ എന്ന് 2ആയി വിഭജിച്ചതോടുകൂടി നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടും കൃഷിയിൽ നിന്നുള്ള വരുമാനം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കൃഷി കൂടുതലായിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ്റെ കുറച്ച് ഏരിയയിലായിരുന്നു അല്ലേ, സിന്ധു നദി ഒഴുകുന്ന തീരങ്ങളിലായിരുന്നു. എന്നാൽ ഇന്ത്യ പാക് വിഭജനത്തോടുകൂടി നമ്മുടെ നല്ലൊരു ഭാഗം കൃഷി ചെയ്യുന്ന പ്രദേശം കൊടുക്കു പോയി പാകിസ്ഥാനിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും നമ്മുടെ കാർഷിക മേഖല വളരെ പിന്നോക്കാവസ്ഥയിലേക്കായി. അപ്പം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ കാർഷിക മേഖല തകരാനുണ്ടായ പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, നമ്മുടെ വ്യവസായ മേഖല തകരാനുണ്ടായ കാരണങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കും. ഇതാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യന്. വിവിധതരം സമ്പദ് വ്യവസ്ഥകൾ. എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരു സമ്പദ് വ്യവസ്ഥയായിരിക്കും ചോദിക്കുക. ഒന്നെങ്കിൽ സോഷ്യൽ സമ്പദ് വ്യവസ്ഥ, 3 മാർക്കിന് 4 മാർക്കിന് ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഏതെങ്കിലും ഒരു സമ്പദ് വ്യവസ്ഥ എന്നിട്ട് ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ഉദാഹരണം എഴുതാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പദ് വ്യവസ്ഥയ്ക്ക് 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്നൊരു ഏത് തരം സമ്പദ് വ്യവസ്ഥ എന്ന് കണ്ടെത്താൻ വേണ്ടി ചോദിക്കും. ചിലപ്പോൾ ഇന്ത്യ സമ്പദ് വ്യവസ്ഥ ഏത് തരം സമ്പദ് വ്യവസ്ഥയാണെന്ന് ചോദിക്കാറാണ് 1 വേർഡ് ക്വസ്റ്റ്യൻസ്. ഇവിടെ പ്രധാനമായിട്ടും 3 തരം സമ്പദ് വ്യവസ്ഥകളുണ്ട്. ഒന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. ഇവിടെ പ്രൈവറ്റ് മേഖലയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം ഉണ്ടാവുക, മുതലാളിമാർക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക.
ഈ രാജ്യത്ത് മുതലാളിമാരാണ് ഒരുവിധം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ആ രാജ്യത്ത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മുതലാളിമാരാണ്. അല്ലെങ്കിൽ എന്താണ് ഈ തരം സമ്പദ് വ്യവസ്ഥയെ കമ്പോള സമ്പദ് വ്യവസ്ഥ എന്നും അറിയപ്പെടും. അവിടെ സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക, ഗവൺമെൻറ്റിന് യാതൊരുവിധ പങ്കുണ്ടാവില്ല. രണ്ടാമത് സോഷ്യൽ സമ്പദ് വ്യവസ്ഥ. സോഷ്യൽ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നിങ്ങനെയുള്ള എല്ലാ സാമ്പത്തികപരമായിട്ട് പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന ആരായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ് ഏതൊരു കാര്യങ്ങൾ നടപ്പിലാക്കും? ആസൂത്രണത്തിലൂടെ നടപ്പിലാക്കും. അപ്പം അവിടെ ഗവൺമെൻറ് ജീവനക്കാർക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. ഗവൺമെൻറ്റാണ്, സ്വകാര്യ മേഖലയ്ക്ക് യാതൊരുവിധ പ്രാധാന്യം ഉണ്ടാവില്ല. ഗവൺമെൻറ് ജീവനക്കാരായിരിക്കും നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കുക. പക്ഷേ ഗവൺമെൻറ് ജീവനക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കാതെ സ്വാഭാവികമായിട്ടും കമ്പോളം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ മുമ്പൊക്കെ നമ്മുടെ രാജ്യം സോഷ്യൽ സമ്പദ് വ്യവസ്ഥയായിരുന്നു ആദ്യത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഒരുവിധ സ്ഥാപനങ്ങളൊക്കെ നിയന്ത്രിക്കുമ്പോൾ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാവില്ല. ജനങ്ങൾ തൊഴിലാളികൾ ജീവനക്കാർ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാതിരിക്കുകയും സ്വാഭാവികമായിട്ടും ആ സ്ഥാപനം നഷ്ടത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നു. മൂന്നാമത് മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സഡ് എക്കോണമി എന്ന് പറയും. രണ്ടിൻ്റെയും ഗുണങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഗുണങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരുവിധ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു ഗവൺമെൻറ് നിയന്ത്രണം ഉണ്ടായിരിക്കും. നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ആരുടെ നിയന്ത്രണത്തിലായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ. വൈദ്യുതി, അതുപോലെ റെയിൽവേ, ജലസേചന സൗകര്യം, അല്ലേ, അത് സ്റ്റീൽ പ്ലാന്റുകൾ, ഇവയുടെയൊക്കെ പ്രധാനമായിട്ടുള്ള നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെൻറ്റിനായിരിക്കും. എന്നാൽ അതിന് താഴെയുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ആരുടെ നിയന്ത്രണം ഉണ്ടായിരിക്കും? ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും. എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, എയിംസ് ഓഫ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് 5 ഇയർ പ്ലാന്. പ്രധാനമായിട്ട് പഞ്ചവത്സര പദ്ധതിക്ക് 4 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന് എക്കണോമിക് ഗ്രോത്ത് അഥവാ സാമ്പത്തിക വളർച്ച. 2 ആധുനികവൽക്കരണം അല്ലെങ്കിൽ ആധുനികീകരണം അല്ലെങ്കിൽ നവീകരണം എന്നൊക്കെ പറയാറുണ്ട്, മോഡേണൈസേഷന്. 3 സ്വാശ്രയത്വം അതായത് സെൽഫ് റിലയൻസ്. 4 നീതി അഥവാ ഇക്വിറ്റി. പ്രധാനമായിട്ടും പഞ്ചവത്സര പദ്ധതിക്ക് ഏതൊരു പഞ്ചവത്സര പദ്ധതിക്കും ഉണ്ടായിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള 4 ലക്ഷ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് പഞ്ചവത്സര പദ്ധതി നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓരോ 5 വർഷം കൂടുന്തോറും നമ്മുടെ രാജ്യം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി. 1951 മുതൽ തുടങ്ങിയിട്ടാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന നീതി ആയോഗ് എന്നുള്ള പേരിലാണ്. ഒന്നാമത് സാമ്പത്തിക വളർച്ച. ഒരു രാജ്യം വികസിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടായിരിക്കണം. അവിടെ കാർഷിക മേഖലയായാലും വ്യവസായ മേഖലയായാലും സേവന മേഖലയിലേക്കും സ്വാഭാവികമായിട്ടും അവിടെ വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യം വികസിക്കുകയുള്ളൂ. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ രാജ്യത്ത് നല്ലൊരു ശതമാനം ആൾക്കാരും കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കാർഷിക മേഖല മുന്നോക്കാവസ്ഥയിലാണെങ്കിൽ ആ രാജ്യം ഒരിക്കലും വികസിക്കില്ല. ഒരു രാജ്യം വികസിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ തൃതീയ മേഖലയിൽ ടെറിസറി സെക്ടർ സേവന മേഖല 1-ാം സ്ഥാനത്തും നിർമ്മാണ വ്യവസായ മേഖല 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്ത് പ്രാഥമിക മേഖലയുമായിരിക്കണം. നമുക്ക് പഴയ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കാലത്ത് നമ്മൾ കാർഷിക മേഖലയായിരുന്നു 1-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ സേവന മേഖലയായിരുന്നു. എന്നാൽ പിന്നീടുള്ള കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും നമ്മുടെ സേവന മേഖല വളരെ മുൻപന്തിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് നല്ലൊരു ശതമാനം ആൾക്കാരും വിദ്യാഭ്യാസം കിട്ടി അതിനനുസരിച്ച് തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നവീകരണം അല്ലെങ്കിൽ ആധുനികവൽക്കരണം. നവീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. വ്യവസായ മേഖലയായാലും കാർഷിക മേഖലയായാലും സേവന മേഖലയായാലും എല്ലാത്തിലും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. പുതിയ രീതിയിൽ ടെക്നോളജികൾ കടന്നു വരിക. സ്വാഭാവികമായിട്ടും രാജ്യത്ത് ഉൽപ്പാദനം കൂടും, നല്ല ശതമാനം ജനങ്ങൾക്ക് തൊഴിൽ കിട്ടും. തൊഴിൽ കിട്ടുന്നതനുസരിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും. എല്ലാ മേഖലയും നവീകരണം വരിക, അല്ലെ. പ്രധാനമായിട്ടും ഫാക്ടറികളാണ്, ടെക്നോളജിക്ക് പുതിയ പുതിയ ടെക്നോളജി വരിക, വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരിക. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും അതിനനുസരിച്ച് തൊഴിലവസരങ്ങളും കിട്ടുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. മൂന്നാമത് സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ്. നമ്മുടെ രാജ്യം നമുക്കറിയാവുന്ന കാര്യമാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഭക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് നമുക്ക് എന്ത് മനസ്സിലായി, നമ്മുടെ രാജ്യം കുറേയൊക്കെ പുരോഗതി പ്രാപിച്ചപ്പോൾ നമ്മളെന്താണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് എത്തിച്ചേർന്ന്. ഇതിന് നമ്മൾ സ്വാശ്രയത്വം എന്ന് പറയാം. ബ്രിട്ടീഷുകാർ ഒരു കാലത്ത് നമ്മളെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യുകയും പിന്നീട് നമ്മളെന്താണ് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യ ഒരു ക്ലോസ്ഡ് എക്കോണമി സിസ്റ്റമായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇനിയും അവർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് ആര് വിചാരിച്ചു? നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് വിചാരിക്കുന്നത്. അപ്പം അതിനുശേഷം മറ്റുള്ളവരെ ആശ്രയിക്കാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. കാരണം നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ നിർമ്മിക്കുക, അല്ലെ, ഇറക്കുമതി ചെയ്യേണ്ട സാധനങ്ങൾ പകരമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം മറ്റുള്ളവരെ ആശ്രയിക്കാതെ പരമാവധി എങ്ങനെ ജീവിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ നീതി അഥവാ ഇക്വിറ്റി. എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കാം. ഉയർന്നവനോ താഴ്ന്നവനോ വിവേചനം ഉണ്ടാകാൻ പാടില്ല. സാമ്പത്തികമായിട്ടുള്ളവനോ പിന്നാക്കാവസ്ഥയിലുള്ളവനോ എന്നുള്ള വിവേചനം ഉണ്ടാവില്ല. സ്ത്രീ എന്ന പുരുഷനോ എന്ന വിവേചനം ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും തുല്യ അവസരങ്ങൾ കൊടുക്കുക. തുല്യ അവസരങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ വരും. സ്വാഭാവികമായിട്ടും
ജനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അല്ലേ, അതുപോലെ നല്ല രീതിയിൽ തൊഴിൽ കണ്ടെത്താനും നല്ല വരുമാനം കണ്ടെത്താനും